അരവിന്ദിലേക്ക് വീണ്ടും. അരവിന്ദ്, ഹരിയാന ഫയൽസ് പുറത്തു വന്നു കഴിഞ്ഞു. ഇന്ന് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ വിഷയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം? ശക്തമായ പ്രതിഷേധവും അതുപോലെ തന്നെ പ്രചാരണവും രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് നൽകുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ബീഹാറിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 11-ാം തീയതിയാണ്. അതിന്റെ പ്രചാരണ വേളയിൽ കൃത്യമായി ഈ വിഷയം ഉയർത്തുവാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണയും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി തേടിയിരിക്കും. കാരണം രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് വിവിധ കോണിൽ നിന്നും അതുപോലെ തന്നെ വിവിധ ഇന്ത്യ സഖ്യ നേതാക്കളുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. എന്തായാലും രാജ്യവ്യാപകമായ ഒരു പ്രചാരണം നടത്തി BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുവാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ SIR-നെതിരെയും ഒരു രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിവിധ കോണിൽ നടക്കുന്നു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു യോഗവും ചേർന്നേക്കും. എങ്ങനെയായിരിക്കും ഒരു മുന്നോട്ട് പോകുക? കാരണം തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ പോലും അട്ടിമറിക്കുന്ന രീതിയിലാണ് BJP മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ഒരു നടപടിക്കും അനുവദിച്ചുകൂടാ എന്ന് തന്നെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നു. രാഹുലിന്റെ വെളിപ്പെടുത്തൽ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇന്ത്യ സഖ്യവും കാണുന്നുണ്ട്. കാരണം ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും അട്ടിമറിക്കുന്നതെന്ന് തന്നെ രാഹുൽ ആരോപിക്കുകയാണ്. ഇത്തരം നടപടികൾ തുടർന്നാൽ ഇന്ത്യയിൽ ജനാധിപത്യം പൂർണ്ണമായും തകരും. അതിനെതിരെ യുവാക്കളും ജൻസികളും ഒരുമിച്ചെത്തണമെന്നൊരു ആഹ്വാനം കൂടി രാഹുൽ നടത്തിയിരുന്നു. എന്തായാലും ഇന്ത്യ സഖ്യ നേതാക്കളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഒരു തീരുമാനമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളും ചർച്ചകളും തുടരുകയാണ്. അജിബ്സ്.